അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ പീറ്റർ സൈക്സ്, ജോൺ കിർഷ് എന്നിവർ സംയുക്തമായി സംവിധാനം ചെയ്ത അതിമനോഹരമായ ഒരു സിനിമയാണ് ജീസസ്. ലൂക്കാ സുവിശേഷകൻ എഴുതിയ യേശുവിൻ്റെ കഥയെ മാത്രം ആധാരമാക്കി ജോൺ ഹെയ്മൻ നിർമ്മിച്ച ഈ ചിത്രം പല കാര്യങ്ങളിൽ പ്രത്യേകതയുള്ളതാണ്. നീണ്ട 5 വർഷത്തെ ഗവേഷണത്തിനും ഒരുക്കത്തിനും ശേഷമാണ് വിശുദ്ധ നാട്ടിലെ യഥാർത്ഥ സ്ഥലങ്ങളിൽ വച്ച് ഈ ചിത്രം നിർമ്മിച്ചത്. ചിത്രത്തിൽ മുഖം കാണിക്കുന്നവരുടെ സംഖ്യ 5000-ലേറെ വരും. യേശുവിനെക്കുറിച്ച് ഹോളിവുഡിൽ നിർമ്മിച്ച പ്രശസ്ത ചിത്രങ്ങൾ പോലെ ഈ ചിത്രം പണം വാരിയിട്ടില്ല എന്നത് ശരി തന്നെ. എന്നാൽ സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുകയും ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് ഡബ്ബ് ചെയ്യപ്പെടുകയും ചെയ്ത ചിത്രം ഇതാണെന്ന് ഇതിൻ്റെ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു. ദേവപുത്രൻ്റെ കഥ പറയുന്ന ഈ ചിത്രം 451 ഭാഷകളിലേക്ക് ഇതുവരെ ഡബ്ബ് ചെയ്തിട്ടുണ്ടത്രേ. മലയാളം, തമിഴ്, ഹിന്ദി എന്നിവയുൾപ്പെടെ 31 ഇന്ത്യൻ ഭാഷകളിൽ ഈ ചിത്രം ഇന്നു ലഭ്യമാണ്. 1992 അവസാനത്തോടുകൂടി 50 കോടിയിലേറെ ആളുകൾ ഈ ചിത്രം കണ്ടതായി കണക്കാക്കപ്പെടുന്നു. ചിത്രത്തിലെ ഒട്ടേറെ രംഗങ്ങൾ ഏറെ ഹൃദയഹാരിയാണ്. കണ്ടാലും കണ്ടാലും മതി വരാത്ത ഒരു മനോഹര രംഗം ഇവിടെ പകർത്തട്ടെ. യേശു ജെറീക്കോയിലൂടെ ജെറുസലേമിലേക്ക് നടന്നു പോവുകയാണ്. നടക്കുന്നതോടൊപ്പം വചനം പ്രഘോഷണം ചെയ്യുന്ന അവിടുത്തെ ദിവ്യവചസ്സുകൾ കേൾക്കാൻ വലിയൊരു ജനാവലി പിന്നാലെയുണ്ട്. അപ്പോൾ വഴിയരികിലായി ഒരു കുരുടൻ ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുന്നു. ആളുകളുടെ തിക്കും തിരക്കും മനസ്സിലാക്കാനിടയായ അയാൾ ചോദിക്കുകയാണ്, എന്താണിത്? ഉടനെ ആരോ ഒരാൾ മറുപടിയായി വിളിച്ചു പറയുന്നു, നസ്രായനായ യേശു ഇതിലെ കടന്നു പോവുകയാണ്. നസ്രായനായ യേശു എന്ന കേട്ട നിമിഷം അയാൾ ഉച്ചസ്വരത്തിൽ വിളിക്കുകയാണ്, യേശുവേ, ദാവീദിൻ്റെ പുത്രാ, എന്നോട് കരുണ കാട്ടണമേ. അയാളുടെ സ്വരം കേട്ട ആരോ ഒരാൾ അയാളെ ശാസിക്കുന്നു, മിണ്ടാതിരിക്കൂ. പക്ഷേ ആ കുരുടനുണ്ടോ ആജ്ഞ ചെവിക്കൊള്ളുന്നു. അയാൾ തൊണ്ട പൊട്ടുമാറു സ്വരത്തിൽ വീണ്ടും അപേക്ഷിക്കുകയാണ്, ദാവീദിൻ്റെ പുത്രാ, എന്നിൽ കരുണ തോന്നണമേ. കുരുടനെ കടന്നുപോയ യേശു അയാളുടെ നിലവിളി കേട്ട നിമിഷം പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നു. ഉടനെ യേശുവിൻ്റെ ശിഷ്യരിൽ ഒരാൾ ആ കുരുടനെ സമീപിച്ച് യേശുവിൻ്റെ പക്കലേക്ക് വരുവാൻ അയാളെ സഹായിക്കുന്നു. കുരുടൻ തപ്പിത്തടഞ്ഞു യേശുവിനെ സമീപിക്കുമ്പോൾ യേശു സ്നേഹപൂർവ്വം അയാളോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഉടനെ അയാൾ പറയുന്നു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു ഏറെ താല്പര്യപൂർവ്വം തൻ്റെ 2 കൈകൾ കൊണ്ടും അയാളുടെ കണ്ണുകളിൽ സ്പർശിച്ചുകൊണ്ട് പറയുകയാണ്, നീ കാഴ്ച പ്രാപിക്കുക, നിന്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിൻ്റെ വാക്കുകൾ കേട്ട നിമിഷം അയാൾ കണ്ണു തുറക്കുകയാണ്. തെല്ലിട അത്ഭുത ശബ്ദനായി നിന്ന ശേഷം അയാൾ ആനന്ദവും ആഹ്ലാദവും വിസ്മയവും ഒക്കെ അലതല്ലുന്ന സ്വരത്തിൽ പറയുകയാണ്, എനിക്ക് കാണാം, എനിക്ക് കാണാം. ജെറീക്കോയിലെ ഈ കുരുടൻ്റെ കഥ വെള്ളിത്തിരയിൽ കാണുമ്പോൾ നമ്മെ ഏറെ സ്പർശിക്കുന്നത് ആ കുരുടൻ്റെ ആഴമേറിയ വിശ്വാസവും യേശു അതിനു നൽകുന്ന പ്രത്യുത്തരവുമാണ്. ദൈവപുത്രനായ യേശുവിനു തന്നെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് ഈ കുരുടൻ ആത്മാർത്ഥമായി വിശ്വസിച്ചു. സംശയമില്ലാത്ത ഉറപ്പുള്ള വിശ്വാസമായിരുന്നു അയാളുടേത്. അതുകൊണ്ടാണ് അയാൾ വീണ്ടും വീണ്ടും യേശുവിനെ വിളിച്ച് സഹായം അപേക്ഷിച്ചത്. അയാളുടെ വിശ്വാസം അയാളുടെ സുഖപ്രാപ്തിക്ക് കാരണമാവുകയും ചെയ്തു. നിന്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ യേശു ആ കുരുടനെ സുഖപ്പെടുത്തിയത്. ഈ കുരുടൻ്റെ ജീവിതത്തിലെ അത്ഭുതം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. വിശ്വാസമുള്ളവരുടെ ജീവിതത്തിൽ ഇന്നും ഒട്ടേറെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ട് പല അത്ഭുതങ്ങളും നാം കാണാതെ പോകുന്നു എന്ന് മാത്രം.